ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. പക്ഷേ പറയാതിരിക്കാൻ വയ്യ. അപ്പം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്താ വിഷയം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ കൃഷ്ണകുമാറിൻ്റെ ഫാമിലി എഗെയിൻ ഒരു പുതിയ പ്രശ്നമായിട്ട് വന്നിട്ടുണ്ട്. നമുക്കറിയാം യൂട്യൂബിലെ വൺ ഓഫ് ദ പോപ്പുലർ ഫാമിലിയാണ് ഈ കൃഷ്ണകുമാർ ഫാമിലി. എല്ലാവർക്കും ചാനലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരുടെ പുതിയ വിഷയമാണ് ഈ അമ്മൂമ്മയുടെ ഇഷ്യൂ. അപ്പോൾ ഇതിനെപ്പറ്റി ഫസ്റ്റ് ഒരു വീഡിയോ ചെയ്തത് ഈ അഹാന കൃഷ്ണയുടെ കസിൻ, അതായത് ഈ സിന്ധു കൃഷ്ണയുടെ അനിയത്തിൻ്റെ മകള് തൻവിയാണ്. തൻവി വിദേശത്താണ് വർക്ക് ചെയ്യുന്നത്, ഫാമിലിയൊക്കെ അവിടെയാണ്. അപ്പം ഈ അമ്മൂമ്മേനെ നാട്ടിൽ നോക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ തൻവി നാട്ടിലേക്ക് എത്തിയതെന്നാണ് ആ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. ആ ഒരു ഫസ്റ്റ് വീഡിയോ വന്നതിന് ശേഷം നെക്സ്റ്റ് ഡേ അഹാന കൃഷ്ണ ഒരു വീഡിയോ ചെയ്യണ്ടായി. അഹാന കൃഷ്ണയാണ് ബാക്ക്ഗ്രൗണ്ടിലുള്ളത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ക്യാമറ സൈഡിൽ ഇരിക്കുന്നത് സിന്ധു കൃഷ്ണയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈവൻ ആ ഫാമിലി തന്നെ ഉണ്ടാവും. അപ്പോൾ അഹാന കൃഷ്ണ പറഞ്ഞിട്ടുള്ളത്, അതായത് ഹൻസികയുടെ ബർത്ത്ഡേൻ്റെ ടൈമിലാണ് ഈ ഒരു വിഷയം ഉണ്ടായിരിക്കുന്നത് എന്നാണ്. അതായത് ഇവർ അമ്മൂമ്മയായിട്ട് തെറ്റുന്നത് ആ ഒരു ടൈം പീരീഡിലാണെന്ന് ഇവർ പറഞ്ഞു വെക്കുന്നുണ്ട്, അഹാന കൃഷ്ണ. അപ്പോൾ കൃഷ്ണകുമാർ ഫാമിലി പറഞ്ഞിട്ടുള്ളത് വെച്ചാൽ അതായത് ഈ അമ്മൂമ്മയായിട്ട് യാതൊരു കോണ്ടാക്റ്റും കാര്യങ്ങളും ഇനി വെക്കുന്നില്ല. അതായത് അഹാന കൃഷ്ണയെ പ്രത്യേകിച്ച് ഈ അമ്മൂമ്മ എന്തോ തെറി വിളിച്ചു കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ അമ്മൂമ്മയ്ക്ക് 2 മക്കളാണുള്ളത്. ഒന്ന് സിന്ധു കൃഷ്ണ മൂത്തത്, രണ്ടാമത്തത് ഒരു സിമി. ഓക്കെ, ഈ സിമിയുടെ മകളാണ് ഈ തൻവി. സിമി ആക്ച്വലി ഫസ്റ്റ് മാരേജ് കഴിഞ്ഞ് അതിലുള്ള കുട്ടിയാണ് ഈ തൻവി. അപ്പോൾ അതായത് ആ സിമിയുടെ ഫസ്റ്റ് ഹസ്ബൻഡ് മരിച്ചതിന് ശേഷം അവർ വേറൊരു കല്യാണം കഴിച്ച് ഇപ്പം അതിൽ 2 ആൺകുട്ടികളാണുള്ളത്. അവർ ബാംഗ്ലൂർ സെറ്റിൽഡ് ആണ്. അപ്പോൾ ഈ സിമി എന്ന് പറഞ്ഞ ഈ ഒരു വ്യക്തി, അതായത് ഇവരുടെ സിന്ധു കൃഷ്ണയുടെ അനിയത്തി, ഇവരെ നോക്കുന്നില്ല സംഭവം. അതായത് ഇവരുടെ മകളെ നോക്കുന്നില്ല, ഈ തൻവിയെ നോക്കുന്നില്ല ആഫ്റ്റർ മാരേജ്. അപ്പോൾ തൻവീനെ ആക്ച്വലി നോക്കിക്കൊണ്ടിരിക്കുന്നത്, അതായത് തൻവിയുടെ എല്ലാ ലൈഫിലെ കാര്യം ചെയ്തു കൊടുക്കുന്നത് ഇവരുടെ അപ്പൂപ്പനും അമ്മൂമ്മയാണ്. അതായത് സിന്ധു കൃഷ്ണയുടെ അച്ഛനും അമ്മയാണ് ഈ തൻവിയുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് ആഫ്റ്റർ തൻവിയുടെ അമ്മേൻ്റെ മാരേജ് കഴിഞ്ഞതിന് ശേഷം, സെക്കൻഡ് മാരേജ് കഴിഞ്ഞതിന് ശേഷം. അപ്പം ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം സെക്കൻഡ് മാരേജൊക്കെ ഇപ്പോൾ ഭയങ്കര കോമൺ ആണ്. ആക്ച്വലി ഫസ്റ്റ് ഹസ്ബൻഡ് മരിച്ചു, സെക്കൻഡ് മാരേജ് കഴിക്കുക എന്ന് പറയുന്ന ഒന്നും ഒരു വലിയ ഡീലുള്ള കാര്യമല്ല, അതൊരു പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ നിങ്ങൾക്കൊരു മകളുണ്ട്. എനിക്ക് സിമിനോടാണ് പറയാനുള്ളത്. നിങ്ങൾക്കൊരു മകളുണ്ട്. അപ്പോൾ ആ കുട്ടിയെ സേഫ് ആക്കേണ്ടത് നിങ്ങളുടെ അച്ഛനെയും അമ്മേൻ്റെക്കാട്ടിലും നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ നിങ്ങളൊരു സെക്കൻഡ് മാരേജിലേക്ക് പോകുമ്പോൾ ഈ ഒരു കുട്ടിയെ കൂടി നോക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അല്ലാതെ നിങ്ങളുടെ അച്ഛൻ്റെ അമ്മേൻ്റെ തലയിലേക്ക് ഇട്ട് കൊടുക്കില്ല വേണ്ടത്. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത്, ഇവരെന്തൊരു ലേഡിയാണ്. അതായത് സ്വന്തം മോളെ നോക്കുന്നില്ല. സ്വന്തം മോള് ഈ ഒരു ഹസ്ബൻഡ്, അതായത് സെക്കൻഡ് മാരേജുള്ള ഹസ്ബൻഡും അവരുടെ ഒരു സിബ്ലിംഗ് ഉണ്ട്, സ്റ്റെപ്പ് സിബ്ലിംഗ് ആണ്. അവരായിട്ടൊരു കോണ്ടാക്ട് വെക്കാനൊന്നും ഈ സിമി സമ്മതിക്കുന്നില്ല എന്നാണ് തൻവിയുടെ ലേറ്റസ്റ്റ് വീഡിയോയിൽ പറയുന്നത്. ആ വീഡിയോ കുറച്ച് മുമ്പ് ഡിലീറ്റും ചെയ്തു. ഞാൻ വിചാരിക്കുന്നത് എന്തൊരു മനുഷ്യ സ്ത്രീയാണ്. കാരണം സ്വന്തം മോളെ കാര്യം ഒന്നും നോക്കുന്നില്ല. പുതിയൊരു ഹസ്ബൻഡ് കിട്ടി അവരുടെ ഒരു ഫാമിലി ലൈഫിലായിട്ട് അവർ പോകുന്നു. ഒരിക്കലും അവർ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഈ തൻവിയുടെ സെക്കൻഡ് വീഡിയോയിൽ പറയുന്നുണ്ട്, ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞത് ഈ അമ്മൂമ്മയ്ക്ക്, അതായത് അമ്മൂമ്മേനെ നോക്കാൻ ആരുമില്ല, അതുകൊണ്ടാണ് ഈ തൻവി വിദേശത്തുനിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നത്, അതായത് ഇന്ത്യയിലേക്ക് വരുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സെക്കൻഡ് വീഡിയോയിലായാലും അവരെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവരുടെ മകനും എന്തൊക്കെയോ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിനും കൂടി വേണ്ടിയാണ്. കാരണം നമുക്കറിയാം ഇന്ത്യയിലാണ് ഏറ്റവും നല്ല മെഡിക്കൽ സർവീസ് കിട്ടുന്നത്. ഈവൻ ഇത്തിരി ക്യാഷ് ചിലവായാലും ഏറ്റവും നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ സിസ്റ്റം ഉള്ളത് നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ്. അതുകൊണ്ടാണ് അവർ ഇന്ത്യയിലേക്ക് വരുന്നത്. ഇതിനിടയ്ക്ക് ഈ തൻവിയുടെ ഹസ്ബൻഡും ഇവരും തമ്മിൽ കുട്ടിയുടെ കാര്യം പറഞ്ഞിട്ട് എന്താ പറയുക, ഡിവോഴ്സിൻ്റെ വക്കീലായിരുന്നു. അതിനുശേഷം പിന്നെ അവർ പാച്ചപ്പായി. അതിനുശേഷം ഇവർക്ക് എഗെയിൻ ഒരു മോളും കൂടി ഉണ്ടായി. ഓക്കെ, അപ്പോൾ ഇവർ സെക്കൻഡ് വീഡിയോയിൽ ഈ തൻവി പറയുന്നുണ്ട്, ഈ മകൻ്റെ കാര്യം പറഞ്ഞാണ് ഇവർ തമ്മിൽ ഈ ഡിവോഴ്സിൻ്റെ വക്കീൽ വരെ എത്തിയതെന്നാണ് പറയുന്നത്. അപ്പോൾ ആ കുട്ടിക്ക് എന്തെങ്കിലും സീരിയസ് ഇഷ്യൂ ഉണ്ടാവും, അത് വേഗം മാറട്ടെ. അപ്പോൾ അതിനും കൂടി വേണ്ടിയാണ് ഇവർ ഇങ്ങോട്ട് വന്നത്. പിന്നെ തൻവിക്ക് വേണ്ട എല്ലാ കാര്യവും ചെയ്തു കൊടുത്തിട്ടുള്ളത് ഈ ഒരു അപ്പൂപ്പനും അമ്മൂമ്മയാണ്. അപ്പോൾ
ഈ സിന്ധു കൃഷ്ണനെ പോലെ തന്നെ ഏറ്റവും നന്നായിട്ട് നോക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഈ തൻവിക്കും ഉണ്ട്. ഈ അപ്പൂപ്പനെയും അമ്മൂമ്മേനെയും നോക്കേണ്ട ഉത്തരവാദിത്വം. അപ്പം തൻവിയുടെ കാര്യം ആലോചിച്ച് നോക്കുമ്പോൾ, അതായത് ഫാമിലി ലൈഫും ഒരു ബ്രോക്കൺ സ്റ്റേജ്, പിന്നെ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും വയ്യ, സ്വന്തം അമ്മ നോക്കുന്നില്ല, വേറെ കല്യാണം കഴിച്ചു പോയി. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ അത് ഭയങ്കര, തൻവിയുടെ കാര്യം വെച്ച് നോക്കുമ്പോൾ ഭയങ്കര സാഡാണ് പുള്ളിക്കാരത്തിൻ്റെ ലൈഫ്. പിന്നെ വരുന്ന അലിഗേഷൻ എന്താണെന്ന് വെച്ചാൽ, ഈ അപ്പൂപ്പൻ പറഞ്ഞതെന്ന് വെച്ചാൽ, അതായത് ഇവർക്ക് എല്ലാവർക്കും ഈ പ്രോപ്പർട്ടി, അതായത് സ്വത്ത് കൊടുക്കുന്ന ടൈമിൽ എല്ലാവർക്കും ഈക്വലായിട്ട് കൊടുക്കാമെന്നുള്ളതാണ് പോലും ഈ അപ്പൂപ്പൻ സമ്മതിച്ചത്. പക്ഷേ അപ്പൂപ്പൻ ഇപ്പം ഇല്ല. ഓക്കെ, അമ്മൂമ്മയാണുള്ളത്. അപ്പോൾ അമ്മൂമ്മ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ തൻവിക്ക് കുറച്ച് സ്വത്ത് കൂടുതൽ കൊടുക്കുന്നുണ്ട്. ആ ഒരു ഇഷ്യൂ ഇവർക്കിടയിലുണ്ട്. അതായത് തൻവിയുടെ കാര്യം വെച്ച് നോക്കുമ്പോൾ അത് ശരിയാണ്. കാരണം വെച്ചാൽ ഫാമിലി ലൈഫ് ഒരു ബ്രോക്കൺ സ്റ്റേജ്, അതുപോലെ തന്നെ കുട്ടിയുടെ കാര്യം എല്ലാം ഒരു താളം തെറ്റിയ അവസ്ഥയിലാണ്. അപ്പോൾ അവർക്കൊരു സ്വത്ത് കൂടുതൽ കൊടുക്കുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ ഈ സിന്ധു കൃഷ്ണയ്ക്കായാലും സിമിക്കായാലും ഒന്നും അതിനോട് വലിയ താല്പര്യമില്ല. എല്ലാവർക്കും ഈക്വൽ പ്രോപ്പർട്ടി കിട്ടണം എന്നാണ് ഇവർ പറയുന്നത്. ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഇഷ്യൂ ആണ് ഇപ്പോൾ ഇതുവരെ എത്തിയിരിക്കുന്നതെന്നാണ് വരുന്ന ഒരു എലിഗേഷൻ. പിന്നെ മെയിൻ ഇപ്പോൾ അമ്മൂമ്മയുടെ ഒരു വീഡിയോ കൂടി വന്നിട്ടുണ്ട്. അതിൽ പറയുന്നത്, മെയിൻ അലിഗേഷൻ എന്ന് പറയുന്നത്, ഈ അഹാനകൃഷ്ണ ഇവരുടെ സ്വന്തം അമ്മൂമ്മേനെ, അതായത് സിന്ധു കൃഷ്ണേൻ്റെ അമ്മേനെ തെറി വിളിച്ചതാണ്. അത് നിങ്ങൾക്ക് യൂട്യൂബിൽ എവിടെ പോയാലും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, വാട്സപ്പിൽ തെറി വിളിച്ചതാണ്, നീൻ ഒക്കെയാണ് വിളിക്കുന്നത്. അപ്പോൾ ഒരു അമ്മൂമ്മയുടെ സ്ഥാനത്ത് വെച്ച് നോക്കുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ലൈക്ക് അങ്ങനെ ഒരു അമ്മയുടെ അമ്മേനെ അങ്ങനെ തെറി വിളിക്കുന്നത് ഇറ്റ്സ് നോട്ട് എ ഗുഡ്. പിന്നെ പ്രായമായവരാണ്, അതായത് നമുക്കറിയാം നമ്മളെ യൗവനം പോലെയല്ല നമ്മളെ വാർദ്ധക്യം. നമ്മൾ പല കാര്യങ്ങളും നമുക്ക് ആ ടൈമിൽ ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഇവരെ നോക്കാനും ആരുമില്ല. അതായത് സിന്ധു കൃഷ്ണയുടെ വീട്ടിലല്ല ഇവർ താമസിക്കുന്നത്. ഓക്കെ, ഇത്രയും വലിയൊരു വീട്ടിൽ ഇവർ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. സിന്ധു കൃഷ്ണ ഇവരെ വീട്ടിലും വന്ന് നിൽക്കത്തില്ല. അപ്പം വാർദ്ധക്യത്തിൻ്റെ ഒരു ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഈ അമ്മൂമ്മയ്ക്കുണ്ട്. പിന്നെ നമുക്കറിയില്ല, നമ്മളെല്ലാവരും വീട്ടിലും പ്രായമായ ആൾക്കാർ നമ്മൾ കണ്ടു വളർന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ ഈ ഒരു സ്റ്റേജിലെത്തുമ്പോൾ അവർ ദേഷ്യപ്പെടുകയും ചിലപ്പോൾ സന്തോഷിക്കുകയും ചിലപ്പോൾ പെട്ടെന്നായിരിക്കും ദേഷ്യപ്പെടുക. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അതായത് ആ ഒരു ടൈം പീരീഡ്, അതായത് 60 to 80 അങ്ങനെ തന്നെയാണ് എല്ലാ ഈവൻ നമ്മളും അങ്ങനെ തന്നെയായിരിക്കും. കാരണം വയസ്സാകുമ്പോൾ നമ്മളുടെ എല്ലാ ചിന്തകളും കാര്യങ്ങളൊക്കെ മാറും. എന്താണെന്ന് വെച്ചാൽ വയസ്സായിരിക്കുന്നവർ നമ്മൾ എന്ത് തെറി വിളിച്ചാലോ ഇതാക്കിയാലോ ഒക്കെ കേട്ടിരിക്കണം എന്നല്ല, അതിൻ്റെ മറുപടി അപ്പം തന്നെ കൊടുക്കണം. എന്നിരുന്നാലും അത് നമ്മളുടെ സ്വന്തം ആൾക്കാരാണ്. ഈവൻ അച്ഛൻ അച്ഛമ്മയൊക്കെ ആയിരിക്കാം. പക്ഷെ അതൊന്നും വന്ന് സോഷ്യൽ മീഡിയയിലേക്ക് ഇട്ട് കൊടുത്തത് നന്നായില്ല. ഈവൻ തൻവിയുടെ കാര്യത്തിലാണെങ്കിലും എനിക്ക് അതാണ് ഒരു വിയോജിപ്പ്. എന്താണെന്ന് വെച്ചാൽ, ഇവരുടെ ഫാമിലിയിൽ നടക്കുന്ന സംഭവം ഇവരുടെ ഫാമിലിയിൽ തന്നെ ഒത്തുതീർപ്പാക്കണം. അല്ലാതെ ഈ സോഷ്യൽ മീഡിയയിലേക്ക് എടുക്കുമ്പോൾ ഒരുപാട് പേർക്കുള്ള കണ്ടന്റാണത്. റൈറ്റ്. അപ്പോൾ അതൊരു വലിയ വിഷയം തന്നെയാണ്. പിന്നെ ഇപ്പോൾ അഹാനകൃഷ്ണ ആ ഒരു വീഡിയോ ഇട്ടത് ഒരാഴ്ചയ്ക്ക് ശേഷം ഡിലീറ്റ് ചെയ്യുന്നതാണ് പറഞ്ഞത്. പക്ഷേ 24 മണിക്കൂറിനകം തന്നെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് അത് ഒരു 10 lakh വ്യൂ എത്താൻ പോയിരുന്നു ആ ഒരു വീഡിയോ. അതേപോലെ തന്നെ തൻവിയുടെ വീഡിയോയും 7 to 8 lakh കൈൻഡ് ഓഫ് വ്യൂസ് കിട്ടിയ ഒരു വീഡിയോ ആണ്. അത് രണ്ടും ഇവർ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. തൻവീൻ്റെ ഇപ്പോൾ ഉള്ളത് സെക്കൻഡ് പാർട്ട് 2 വീഡിയോ ആണുള്ളത്. പിന്നെ ഇന്ന് രാവിലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതും ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ വീട്ടിലെ പ്രശ്നങ്ങൾ അവർ എന്നെ സോൾവ് ചെയ്യട്ടെ. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ ഇപ്പം നമ്മളിപ്പോൾ കാണുന്ന ഒരു പ്രവണത എന്താണ്, ഇപ്പോൾ സ്വന്തം കുടുംബം നാറിയാലും വേണ്ടില്ല, യൂട്യൂബിൽ അതായത് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുന്നതിനെ കൊണ്ട് യൂട്യൂബിൽ എന്തും വിളിച്ച് പറയാം, എന്തും ഇതാക്കാം, സ്വന്തം കുടുംബം നാറിയാലും കുഴപ്പമില്ല, പൈസ കിട്ടിയാൽ മതി എന്നുള്ളൊരു മനോനിലയാണ് പല ഇൻഫ്ലുവൻസേഴ്സിനുള്ളത്. പിന്നെ അപ്പോൾ അവരുടെ ലൈഫിൽ എന്താ പറയുക, ഇഷ്യൂസൊക്കെ അവർ തന്നെ സോൾവ് ആകട്ടെ. ഇപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോസ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, അവർ ഒത്തുതീർപ്പാകട്ടെ. ഓക്കെ, ബൈ.